കോട്ടയം ബ്രഹ്മമംഗലം സ്വദേശിയായ അക്ഷയ് എന്ന യുവാവിനെ കാണാനില്ല എന്ന് പരാതി. കഴിഞ്ഞ വ്യാഴാഴ്ച വീട്ടിൽ നിന്നും കടയിൽ പോയതാണ്. പിന്നീട് ഒരു വിവരം ലഭിച്ചില്ല എന്ന് ബന്ധുക്കൾ പറയുന്നു. തലയോലപ്പറമ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ടോബി ജോൺസൺ ഉണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, എന്താണ് ബന്ധുക്കൾ പറയുന്നത്? കഴിഞ്ഞ 9-ാം തീയതിയാണ് അക്ഷയ് എന്ന ഈ യുവാവിനെ കാണാതാകുന്നത്. വീട്ടിൽ നിന്നും മിഠായി മേടിക്കാൻ വേണ്ടി കടയിലേക്ക് ബൈക്കും എടുത്ത് പോയതാണ്. അതിനുശേഷം നീർപ്പാറയിലുള്ള കടയ്ക്ക് മുന്നിൽ ഈ ബൈക്ക് വെച്ചതിന് ശേഷം മറ്റൊരു ബസ്സിൽ കയറി എറണാകുളം ഭാഗത്തേക്ക് പോകുന്നത് കണ്ടതായിട്ടാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. അതിനുശേഷം എവിടേക്ക് പോയി എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരവും പോലീസിനും ലഭിച്ചിട്ടില്ല. എന്തായാലും വിശദമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാം ചേർന്ന് നടത്തുന്നുണ്ട്. ഇളം നീല നിറത്തിലുള്ള ഒരു ബനിയനും ഒരു 3/4 ധരിച്ചാണ് ഈ അക്ഷയ് പോയത് എന്നുള്ളൊരു വിവരമാണ് ബന്ധുക്കൾ പങ്കുവെക്കുന്നത്. എന്തായാലും ഈ കുട്ടിയെക്കുറിച്ച്, ഈ യുവാവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഉടൻ തന്നെ തലയോലപ്പറമ്പ് പോലീസിൽ അറിയിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ബന്ധുക്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 18 വയസ്സാണ് ഉള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ്, വ്യാഴാഴ്ചയാണ് ഈ കുട്ടിയെ കാണാതായത്. ഉന്മേഷ്, ടോബി, ഇപ്പോൾ മാത്രമാണോ ഈ പോലീസിലേക്ക് പരാതി എത്തിയത്? ഒരാഴ്ചയായി എന്ന് പറയുമ്പോൾ ഈ യുവാവിനെ കാണാതായ സമയത്ത് തന്നെ വീട്ടിൽ ബന്ധുക്കൾ അതുപോലെ തന്നെ മാതാപിതാക്കൾ ഉടൻ തന്നെ തലയോലപ്പറമ്പ് പോലീസിൽ അറിയിച്ചിരുന്നു. തലയോലപ്പറമ്പ് പോലീസ് അപ്പോൾ തന്നെ കേസെടുത്ത് അന്വേഷണം നടത്തുകയും ചെയ്തു. ആ അന്വേഷണത്തിലാണ് ഇങ്ങനെ കടയ്ക്ക് മുന്നിൽ ബൈക്ക് വെച്ചിട്ട് മറ്റൊരു ബസ് കയറി എറണാകുളം ഭാഗത്തേക്ക് പോയി എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിക്കുന്നത്. ചില കണ്ടവർ, ഈ കുട്ടിയെ കണ്ട ചില ആളുകളാണ് ഇങ്ങനെ ഒരു വിവരം പങ്കുവച്ചത് എന്നാണ് പോലീസും പറയുന്നത്. എന്തായാലും ആ ബസ്സും അതുപോലെ തന്നെ ഈ പോയ ദിശയിലും എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. അതിനുശേഷം കുട്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നുമില്ല. മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, പക്ഷേ അത് വീട്ടിൽ ഉപേക്ഷിച്ച ശേഷം വെച്ചിട്ടാണ് ഈ കുട്ടി പോയത് എന്നുള്ളൊരു വിവരമാണ് ബന്ധുക്കളും പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും വഴിയെ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ കുട്ടിയെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് പോലീസും പങ്കുവച്ചിട്ടുള്ളത്. ശരി ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അടുത്ത വാർത്തയിലേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.